ഡോക്ടർ ജിൻഡോ, അതായത് ഈ പോയ തലമുറയെ പോലെയല്ല, അന്ധമായ ഒരു രാഷ്ട്രീയ വിധേയത്വം ഈ ന്യൂജൻ തലമുറയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അവരുടെ പ്രയോറിറ്റീസ് വേറെയാണ്, അവരുടെ ചിന്തകൾ വേറെ തരത്തിലുള്ളതാണ്, അവരുടെ ആവശ്യങ്ങൾക്ക് വേറെ സ്വഭാവമാണ്. തൊഴിൽ സംസ്കാരത്തിൻ്റെ കാര്യത്തിലായാലും പരിസ്ഥിതി പോലെയുള്ള വിഷയങ്ങളിലായാലും ലോകം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ അവർക്ക് മറ്റൊരു കാഴ്ചപ്പാടുണ്ട്. അവർക്ക് അവരുടേതായ പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ അവർ പ്രാപ്തരായിട്ടുള്ള ഒരു തലമുറയാണ്. ആ തലമുറയുടെ രാഷ്ട്രീയ ശക്തി, അതിൻ്റെ വീര്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തതാണ് തമിഴ്നാട്ടിൽ ഇന്നിപ്പോൾ വിജയ് അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ യാഥാസ്ഥിതിക രാഷ്ട്രീയ പാർട്ടികളെ, അവരുടെ സമീപനങ്ങളെ, അവരുടെ നയനിലപാടുകളെ, അവരുടെ ഇതുവരെയുള്ള ഇടപെടലുകളെ, ഇതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ ഉദയമായി ഈ CJP പോലെയുള്ള കൂട്ടായ്മകളെ അംഗീകരിക്കാൻ താങ്കളെപ്പോലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്ന, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ചെറുപ്പക്കാരൻ തയ്യാറാകുമോ? ശ്രീ ഗോപികൃഷ്ണൻ, അതിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ CJP മൂവ്മെൻറ്റിനെയൊക്കെ 100% വെൽക്കം ചെയ്യുകയാണ്. കാരണം ഈ രാജ്യത്തെ യുവജനങ്ങളൊക്കെ ഇവിടുത്തെ നിത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളിൽ അഭിപ്രായമുള്ളവരാണ് എന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടുന്നു. രണ്ട്, അവരൊക്കെ അഭിപ്രായമുള്ളവരായിരിക്കുമ്പോൾ തന്നെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരായിരിക്കുക കൂടി ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്ത ബോധത്തിലേക്ക് അവർ വരുന്നതിന് നമുക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ലോകത്തിൽ തന്നെ ഏറ്റവും അധികം യുവജനങ്ങളാൽ സമ്പന്നമായ ഒരു രാജ്യത്ത് സാധാരണ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളും കാണാതെ മറ്റു പല വിഷയങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജാതിയും മതവും വിധ്വംസവും വിദ്വേഷവുമായിട്ടുള്ള പ്രചരണങ്ങളിലൂടെ മാത്രം രമിച്ചുകൊണ്ടൊരു സർക്കാർ ഈ രാജ്യം ഭരിക്കുന്ന സമയത്ത് യുവജനങ്ങൾ ഇത്തരത്തിലുള്ള മൂവ്മെൻറ്റുമായിട്ട് വരുന്നതിന് 100% സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ പരമ്പരാഗതമായിട്ട് ഉള്ള പ്രധാനപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ പ്രവർത്തന രീതി, ആ രീതിയെയും പേഴ്സണലിയും അതുപോലെ തന്നെ സംഘടനാപരമായി ഇതിനെ വെൽക്കം ചെയ്യുകയാണ്. അതൊക്കെ ഉണ്ടാകേണ്ടതാണ്. ജനാധിപത്യത്തിൽ എത്രയും അധികം ആളുകൾ വരുന്നത് അത്രയും നല്ലതാണെന്ന് വിചാരിക്കുകയാണ്. ആളുകളുടെ എണ്ണം കുറച്ച് വെച്ചുകൊണ്ട് ഏകാധിപത്യത്തിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കൂടുതൽ ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി വരുന്നതാണ് കുറേ കൂടി നല്ല ജനാധിപത്യ സംവിധാനമെന്ന് വിചാരിക്കുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇതൊരു സംഘടനാപരമായിട്ട് ഇതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സ്ട്രക്ചറായിട്ട് ഇതിന് പറ്റുമോ, ഐഡിയോളജിക്കലി അതിന് എത്രത്തോളം ബാക്കപ്പ് ഉണ്ട് എന്നുള്ളതൊക്കെ ഭാവിയിൽ തീരുമാനിക്കപ്പെടേണ്ടതാണ്. അതിനെ ഒന്ന് മുൻവിധിയോടെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്ത് തന്നെയായാലും 100% ഈ രാജ്യത്തെ യുവജനങ്ങൾ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് 100% നമ്മൾ വെൽക്കം ചെയ്യേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ മനുഷ്യൻ്റെ അവസാനത്തെ ആശ്രയമായിട്ടുള്ളത് സുപ്രീം കോടതിയാണ്. കാരണം സർക്കാരുകൾക്കും ലെജിസ്ലേച്ചറിനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ എക്സിക്യൂട്ടീവിനോ ഒക്കെ വീഴ്ച പറ്റിയാൽ, മാധ്യമങ്ങൾക്കൊക്കെ വീഴ്ച പറ്റിയാൽ നമ്മൾ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ആശ്രയത്തിന് വേണ്ടി ചെല്ലുന്ന സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ആക്ഷേപിക്കുന്ന ഒരു വാക്കുകൾ പ്രയോഗിച്ചാൽ അതിനെതിരെ പോരാടാൻ ശേഷിയുള്ളവരാണ്, അതിനെതിരെ പോരാടാൻ ഭൗതിക നിലവാരമുള്ളവരാണ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെന്ന് തെളിയിക്കുന്ന മൂവ്മെൻ്റാണ്. അതുകൊണ്ട് 100% പ്രസ്താവന, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചതാണെന്നും അങ്ങനെയല്ല താൻ ഉദ്ദേശിച്ചിരുന്നത് എന്നും പറഞ്ഞ ഭാഗം കൂടി താങ്കൾ ഓർക്കുമല്ലോ അല്ലേ? അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞതെന്നൊക്കെ പിന്നീട് പറഞ്ഞാലും പൊതുവിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് വരുന്ന പല വിധികളും ഈ രാജ്യത്തെ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ളതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ല. അപ്പോൾ പല തരത്തിലുമുള്ള ഇപ്പോൾ പല കേസുകളും, ഇപ്പോൾ ഉദാഹരണത്തിന് മലേഗാവ് സ്ഫോടന കേസ് ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്തു പറയുന്ന, അതിൽ പ്രതികൾ ഒന്നും ശിക്ഷിക്കപ്പെടുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം, അതിൽ കുറേ മനുഷ്യർ മരിക്കുന്നുണ്ടെന്നറിയാം, കുറേ ആളുകൾക്ക് മറ്റു തരത്തിലുള്ള ക്ഷീണം സംഭവിക്കുന്നുണ്ട്, നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ കുറ്റക്കാരില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഈ രാജ്യത്തെമ്പാടും നടക്കുന്ന പല വിഷയങ്ങളിലും സാധാരണക്കാരായ മനുഷ്യർക്ക് സുപ്രീം കോടതിയിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ അതൊരു വരേണ്യവർഗത്തിൻ്റെ സങ്കേതമായി മാറ്റപ്പെടുമ്പോൾ ഏത് രീതിയിലായാലും സുപ്രീം കോടതിയുടെ അകത്ത് നടക്കുന്ന വക്കീലുമാരുമായിട്ടുള്ള വാഗ്വാദങ്ങൾക്കിടയിലോ വാദപ്രതിവാദങ്ങൾക്കിടയിലോ ഏത് രീതിയിലായാലും ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് അത്തരം ഒരു പരാമർശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്കിതിൻ്റെ നിയമവശമൊന്നും അറിയില്ല, ഞാൻ പറയുന്നത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണോ എന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ ബോധ്യത്തിൽ നിന്ന് പറയുകയാണ്, ഏത് രീതിയിലായാലും അത്തരമൊരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല. അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയുന്നത് സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർ പറയുന്ന ഒരു നിലവാരത്തിലേക്കായിപ്പോയി. അങ്ങനെയല്ല, എല്ലാം മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ശരിയായ പദപ്രയോഗമല്ല. മാധ്യമങ്ങൾക്കോ മറ്റാർക്കെങ്കിലും വളച്ചൊടിക്കാവുന്ന രീതിയിലുള്ള ഒരു പദപ്രയോഗം ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ചീഫ് ജസ്റ്റിസിൻ്റെ വായിൽ നിന്ന് വരാൻ പാടില്ല. അദ്ദേഹം ഒരു തരത്തിലും, അതൊരു ഉത്തരവാദിത്ത ലംഘനമാണ് അദ്ദേഹം
അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യത്തിൽ ചെറുപ്പക്കാരോട് മാപ്പ് പറയേണ്ടതാണെന്നാണ് നമ്മുടെ ബോധ്യം. കാരണം വളച്ചൊടിക്കാൻ പാകത്തിനൊരു വാചകം പറഞ്ഞിട്ട് ചെറുപ്പക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എന്ത് തന്നെയായാലും ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ പാർട്ടിയോട് ഉപമിക്കുന്നത് ഒരു തരത്തിലും ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതല്ല. അത് ഇവരൊക്കെ ഈ റിട്ടയർ ആകുമ്പോൾ ഒക്കെ നമ്മൾ പറയുന്ന പല ഇൻ്റർവ്യൂവും കേൾക്കുന്നുണ്ട്. ഞാൻ ദൈവത്തോട് സംസാരിച്ചിട്ടാണ് ചില വിധികൾ പറഞ്ഞതെന്നൊക്കെ നമ്മൾ ആരാധനയോടെ കണ്ട ചില ചീഫ് ജസ്റ്റിസുമാർ പിന്നീട് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആരാ ഇവരുടെ ദൈവം എന്ന് ചോദിക്കുമ്പോൾ ഇവരുടെ സ്വകാര്യ ചടങ്ങിന് വിളിക്കുന്നത് ഈ രാജ്യത്തെ പ്രധാനമന്ത്രിയെയാണ്. അപ്പോൾ ഇവരുടെ ദൈവം ആരാണെന്നുള്ള സംശയം അപ്പോൾ നിൽക്കുകയാണ്. അപ്പോൾ ദൈവത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ദൈവം പലതാണ്. അപ്പോൾ ആരാണ് ദൈവം എന്ന് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം കാണാതെ ഇവിടുത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുമ്പോൾ, അത്തരം ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ചെറുപ്പക്കാർക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ അവർ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ സമരക്കാർ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുമായിട്ട് ഗവൺമെന്റിനെ ജേർണലിസ്റ്റുകളൊക്കെ ആയിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ കോടതിയിൽ നിന്ന് നമ്മൾ പിന്നെ നാളെ എന്ത് നീതി വിചാരിക്കണം? അപ്പോൾ ഈ കോടതിയിൽ നിന്ന് സുപ്രീം നമ്മുടെ നാട് നിൽക്കുന്നത് ഒരു നീതിന്യായ സംവിധാനത്തിലാണ്. ആ നീതിന്യായ സംവിധാനത്തിനോടുള്ള ആദരവ് നിലനിർത്തിക്കൊണ്ടായിരിക്കുമല്ലോ താങ്കൾ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും. അതേസമയം തന്നെ നേരത്തെ ജസ്റ്റിസ് സൂര്യകാന്ത് ഈ കാര്യങ്ങളിൽ താൻ പറഞ്ഞ കാര്യങ്ങളല്ല പുറത്തു വന്നിരിക്കുന്നത്, അത് മറ്റൊരു തരത്തിൽ അത് മാറ്റപ്പെട്ടിരുന്നു എന്ന അദ്ദേഹത്തിന്റെ ഒരു ന്യായവും ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.